Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഭയങ്കര കൊഞ്ചിക്കുന്ന അങ്ങനെയല്ല, അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ഭയങ്കര കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അങ്ങനെ കൊഞ്ചിക്കുന്ന കുടുംബമല്ല. ഞാനാണ് അവിടെ ചെന്നിട്ട് വരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട്. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ബാൾട്ടനെ വിളിച്ച് 2 ചീത്ത പറഞ്ഞാൽ ഐ എം ഹാപ്പി. കാര്യം എന്നെ ജഡ്ജ് ചെയ്യാത്ത, എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു എനിക്ക് എൻ്റെ ചേട്ടൻ. അവസാനം ഇത് സ്കൂളെല്ലാം തുടങ്ങി പതുക്കെ പിച്ച വെച്ച് 1-2 സ്റ്റുഡൻസ് വന്ന് നമ്മൾ മുമ്പോട്ട് വന്ന് വീണ്ടും നമുക്കൊരു 1000-1500 സ്റ്റുഡൻസിലെത്തി നിൽക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചൊന്നും എൻ്റെ ഒരു ഏജ് കൊണ്ടോ ഞാൻ ഈ ഒരു പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വന്നതുകൊണ്ടോ അങ്ങനത്തെ പ്രോബ്ലംസ് എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ നോ പറയേണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പല സിറ്റുവേഷൻസിലും എപ്പോഴും മിസ് ചെയ്യണം. നേരത്തെ പറഞ്ഞാൽ ചേട്ടന്മാരുടെ ഹഗ് എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. ആ ഒരു ഹഗ്ഗിൽ അത് ഇറ്റ്സ് വെരി റെയർ. എനിക്കത് പിന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് മിസ്സിങ്. ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ സ്വപ്നമല്ല, നമ്മളുടെ ഒരു തീരുമാനം അതായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു നടിയാവും എന്നുള്ളത്. ശരത്തേട്ടൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി തന്നെ. ഭയങ്കര കാര്യങ്ങളിലൊന്നും നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു, ഭയങ്കര സന്തോഷം, ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചിലപ്പോൾ തുറന്നു നോക്കുമല്ലോ. അങ്ങനെയാണ്. അതിലൊന്നും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഒന്നും. എന്നാൽ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരാൻ വലിയ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് അറിയാശ, എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ്. ഞാൻ ആശയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇമാജിൻ ചെയ്യുന്നു. When those messages come, എല്ലാ ദിവസവും ഐ ക്യാൻ ഷോ യു. മൊബൈൽ വേണമെങ്കിൽ ഐ ക്യാൻ ഷോ യു. I really want to see that. എൻ്റെ ഫോണ് തരൂപ്പാ. ഈ ഒരു മെസ്സേജ് കിട്ടാതിരിക്കുന്നത് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആണ്. ഇതിപ്പോ ഈ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഞാൻ ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നും അയക്കൂല, ഞാനിത് കാണും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് കിട്ടാത്തൊരു അവസ്ഥയില്ലേ, ഏതെങ്കിലും ഒരു ദിവസം അത് കിട്ടാതെ വന്നിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പൊ എന്തെങ്കിലും അപകടം പറ്റിയോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും, ടെൻഷനിലേക്ക് ആലോചിക്കും. നിങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആണ്. എനിക്ക് ശരത്തേട്ടൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കാണാൻ കിട്ടുന്നുണ്ട്. കാരണം എനിക്കിത് അൺബിലീവബിൾ ആയിട്ട് തോന്നിയേ. ഇന്നും ഇത്രയും വർഷം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ട് എല്ലാ ദിവസവും ഭാര്യ എവിടെയാണെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ഭർത്താക്കന്മാർ ലോകത്ത് എത്രയുണ്ടെന്ന് എനിക്കൊന്ന് ചോദിക്കണം. കാര്യം അത് ഭയങ്കര ക്ലീശയാണ്. ബട്ട് സ്റ്റിൽ ഇന്നാണ് ടുഡേ ആദ്യത്തെ വായിക്കും. അയ്യോ, അതിൽ എഴുതിയിരിക്കുന്ന ബാക്കി ഞാൻ വായിക്കുന്നത്. ഇന്നത്തെ ഇനി ഇന്നലത്തെ വേണ്ടേ? This is so cute. I think ഇതാണ്, this is what the essence of a 31 years ആയി. 31 years. Yes. അതാ ആ മാരേജിന്റെ സ്പാർക്ക് നിലനിർത്തുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന്. Do you agree with it? 100%. അത് ഭയങ്കര, നമുക്കത് എന്തിനാ ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്തിനാ ഒരു ഐ ലവ് യു പറയേണ്ടത് എന്നൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ചിന്തിക്കും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പം ഐ ലവ് യു എന്ന് പറഞ്ഞോളണമെന്നല്ല. എനിക്ക് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, അല്ലെങ്കിൽ 2 കമ്പാനിയൻ ആവാം, 2 ഫ്രണ്ട്സ് ആവാം, ഹൂ എവർ ഇറ്റ് ഈസ്, അവർക്ക് ഒരു സമയമില്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു സമയം. ഐ വാസ് ബിസി കേട്ടോ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി എനിക്കൊരു മെസ്സേജ് അയക്കാൻ, എന്നെ ഒന്ന് വിളിക്കുക, എനിക്ക് പറയുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് ചെയ്യുക, അതെല്ലാം ഒരു റിലേഷൻഷിപ്പിന് ഭയങ്കര അത്യാവശ്യമാണ്. ഒരു ചെടി നമ്മൾ പതുക്കെ നട്ടാൽ അതിന് വെള്ളമൊഴിച്ച് കുറച്ച് വെയിൽ കൊടുത്ത് അങ്ങനെ അത് വളരുള്ളൂ. സോ ഇറ്റ് ഈസ് 100% നീഡഡ് എല്ലാ റിലേഷൻഷിപ്സിലും. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് അമ്മൂനും പങ്കുവിനും എല്ലാ ദിവസവും രാവിലെ എനി പാർട്ട് ഓഫ് ദ വേൾഡ്, 2 ആണെങ്കിലും 2 പേരെയും വിളിച്ചിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് ചക്കരേ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. അപ്പം അവർക്കും അറിയാം അത് തിരിച്ചും വേണമെന്നുള്ളത്. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമവും വരും. അപ്പം അതൊരു എക്സ്പെക്റ്റേഷനും അല്ല, പക്ഷെ അതിങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ഇങ്ങനെ വളർത്തും. അതൊരു ഫോർമാലിറ്റി ഒന്നുമല്ല. ഇതിപ്പോൾ ഞാനിപ്പം ശരത്തേട്ടനിപ്പോൾ തിരിച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടില്ല എങ്കിൽ, ഞാൻ വീട്ടിലുള്ള സമയത്ത് ഇന്ന് എൻ്റെ കൂടെ മേക്കപ്പ് ചെയ്യാൻ വന്ന ജീന എൻ്റെ ഫ്രണ്ടാണ്. ജീനയാണ് മേക്കപ്പ് ചെയ്തത് എനിക്ക്. ഞാനും കൂടെ ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ ഓടിപ്പടച്ച് തിരക്കായിരുന്നു. ശാന്ത അവിടെ അടുക്കളയിൽ തിരക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തത് ശരത്തേട്ടനാണ്.
അപ്പോൾ എനിക്ക് തിരക്കാണെന്ന് അറിയാം. പക്ഷെ രാവിലെ ഇന്ന് അമ്മു ബാംഗ്ലൂരിൽ നിന്ന് വന്നത്, അമ്മുവിനെ പിക്ക് ചെയ്യാൻ പോയത് ഏകദേശം 5 മണിക്കാണ്. അപ്പോഴാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഉറങ്ങുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയിട്ടാണ്. പക്ഷെ അതൊരു ഹീസ് ടെല്ലിങ് ഐ ഫീൽ നൈസ്, സോ ഐ എം ഡൂയിങ് ഇറ്റ്. വാട്ട് ഈസ് യുവർ ലവ് ലാംഗ്വേജ് ദോ? അത് തിരിച്ചെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്? ബിക്കോസ് ഐ ഫീൽ ഹീ ഈസ് ദ വൺ ഹൂസ് മോർ എക്സ്പ്രസീവ് ഓഫ് ദ ടു, അല്ലേ? ഞാൻ ഒരു ചെറിയ ബ്ലഷ് ഉണ്ടോ? ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണോന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ഒന്നും അല്ല തന്നെയാണ് ഞാൻ. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ 1 മണിക്കൂറിൽ 1 പ്രാവശ്യമെങ്കിലും ഞാൻ ശരത്തേട്ടനെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ അല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. വെറുതെയെങ്കിലും ഒരു സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷന്, അതൊന്നും കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആർക്കും ഇനിയിപ്പോൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. 10-30 കൊല്ലമായില്ലേ കൂടെ കൂടിയിട്ട് അന്നും. പക്ഷെ അതൊക്കെ അത്യാവശ്യമാണ് ജീവിതത്തിൽ നിന്നാളാണ്. എനിക്ക് എൻ്റെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, എനിക്ക് എന്നെ ഒരു പ്രോപ്പറായിട്ട് ഫുൾ ലവ് ഹഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഹഗ് എനിക്ക് എപ്പോഴും മിസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ എൻ്റെ ചേട്ടന്മാരുടെ ഹഗ് എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. ആ ഒരു ഹഗ്ഗിൽ അത് ഇറ്റ്സ് വെരി റെയർ. എനിക്കത് പിന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് മിസ്സിങ്. അതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണ്. ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ശരത്തേട്ടൻ ഈ പറയുന്ന ഒരു ഷോപ്പിംഗ് ചെയ്ത് കൊടുക്കുക, അതൊന്നും താല്പര്യമില്ല. ശരത്തേട്ടന് അങ്ങനെ ഡ്രസ്സസ് വാങ്ങിക്കുക, ഷൂ വാങ്ങിക്കുക, കാർസ് വാങ്ങിക്കുക, അതിലൊന്നും താല്പര്യമില്ല. ഇത്രയും വർഷമായിട്ടും പറയുമ്പോൾ തന്നെ വിശ്വസിക്കണം തന്നെ, സ്വന്തമായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ഷർട്ട് മേടിച്ചിട്ടുണ്ടാവില്ല. ഒരു ഷർട്ട് മേടിക്കോ ഒക്കെ പോട്ടെ, ഷൂസ്, ഞാൻ പറയും മനുഷ്യ നിങ്ങൾ ഷൂസ് ഇട്ട് നോക്കിയപ്പോൾ യു ജസ്റ്റ് സീ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. അല്ലാതെ അങ്ങനത്തെ ഒന്നും ക്രേസ് ഉള്ള ആളൊന്നും അല്ല. വെൻ വാസ് ഹി മോസ്റ്റ് ടച്ച്ഡ്? അതായത് ആശ എന്തെങ്കിലും ചെയ്തിട്ട് ഹി വാസ് കംപ്ലീറ്റ്ലി ബ്ലോൺ ഓഫ് ഹിസ് മൈൻഡ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ശരത്തേട്ടൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി തന്നെ. ഭയങ്കര കാര്യങ്ങളിലൊന്നും, നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു, ഭയങ്കര സന്തോഷം, ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചിലപ്പോൾ തുറന്നു നോക്കുമല്ലോ. അങ്ങനെയാണ്. അതിലൊന്നും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഒന്നും. എന്നാൽ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരാൻ വലിയ ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരുമ്പം ചില സമയത്ത് ഒരു മാലയൊക്കെ മേടിച്ചു തന്നെന്ന് വിചാരിക്കും. മാല മേടിക്കുമ്പോൾ ഇങ്ങനെ പല പല സമയത്ത് എനിക്കിങ്ങനെ വാലന്റൈൻസ് ഡേ, ന്യൂ ഇയർ, പിന്നെ ഓണം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് എനിക്ക് ഗിഫ്റ്റുകൾ ഇങ്ങനെ ചില സമയത്ത് മേടിച്ചു തന്ന മാല തന്നെ പിന്നെ മേടിച്ചു തരും. അപ്പം ഞാൻ ചോദിക്കും, ഇത് അയ്യോ ഐ തോട്ട് ഐ ഹാവ് സീൻ ദിസ് സംവെയർ, അതുകൊണ്ട് മേടിച്ചതാണ് എന്ന് പറയും. അത്രേ ഉള്ളൂ ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു ഇൻട്രസ്റ്റ്. ശരത്തേട്ടനെ അങ്ങനെ ഭയങ്കര സന്തോഷിപ്പിക്കേണ്ട അങ്ങനെയൊന്നുമില്ല. ഹീ ഈസ് ഓൾവേസ് ഹാപ്പി. ശരത്ത് എപ്പോഴും ചിരിച്ചിട്ടാണ്. ശരത്ത് ദേഷ്യം വന്ന്, ഞാൻ ഇത്ര വർഷത്തിനിടയ്ക്ക് ഒരു 1-2 പ്രാവശ്യമായിരിക്കും ദേഷ്യമൊക്കെ വന്ന്, അതും ഭയങ്കര ദേഷ്യമൊന്നും വന്ന് കണ്ടിട്ടുമില്ല. ബട്ട് ഹീ ഈസ് വെരി ഇമോഷണലി കണക്റ്റഡ് ആണ്. ഭയങ്കര ഇമോഷണൽ ആളുമല്ല. ഹീസ് വെരി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫാമിലി. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കൊഞ്ചിക്കുന്ന അങ്ങനെയല്ല. അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ഭയങ്കര കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അങ്ങനെ കൊഞ്ചിക്കുന്ന കുടുംബമല്ല. ഞാനാണ് അവിടെ ചെന്നിട്ട് വരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഈസ് അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും വേണ്ട സന്തോഷിക്കാൻ. ഹീസ് എ ഹാപ്പി ഓൾവേസ്. ഐ സോ ദാറ്റ് ലിറ്റിൽ റീൽ. എനിക്ക് ആ റീൽ ഭയങ്കര തോന്നി. മോള് കാറി കയറാൻ പോകുമ്പോൾ അച്ഛൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അപ്പൊ പുറകിൽ ആശ നിൽപ്പുണ്ട്. ആശയത്തിലേക്ക് അയ്യോ ലേറ്റ് ആവുന്ന സത്യമാണോ? എപ്പോഴും അങ്ങനെയാ. ശരത്തേട്ടനും അമ്മു പങ്കുനെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, കൊഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ കൊഞ്ചിച്ച് നശിപ്പിക്കലല്ല. അവരൊരു ഭയങ്കര ശ്രദ്ധിക്കണം, ഇൻഡിവിജ്വലാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞാലും എന്നാൽ കുട്ടികളെ എപ്പോഴും വിളിച്ച് ഫോൺ ചെയ്യുക, അതൊക്കെ ഞാനാണ്. എപ്പോഴും വിളിച്ച് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. കല്യാണത്തിന് അന്നൊക്കെയാണ് ഹി വാസ് വെരി ഇമോഷണൽ. ഭയങ്കര വിഷമായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. ഭയങ്കര പേടിയാവുമായിരുന്നു ശരത്തിന്. കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഫിയർ ഇല്ലേ, അത് അച്ഛനമ്മമാർക്ക് എപ്പോഴും ഉണ്ട്. പങ്കുവിൻ്റെ ഒരു 2ാമത്തെ കോൾ വന്നാൽ എനിക്ക് പേടിയാണ്. എല്ലാ അമ്മമാർക്കും അതൊരു ഫിയർ ഉണ്ടാവും, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. നിങ്ങളുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടച്ച് വുഡ്, ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഓൾവേസ് സ്റ്റേസ് ദിസ് വേ. താങ്ക് ഗോഡ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാരേജ് കണ്ടിട്ടാണ് ഈ 2 പെൺകുട്ടികളും വളർന്നിരിക്കുന്നത്. അതിൻ്റെ ആശ പറഞ്ഞു, 2ാമത്തെ പെൺകുട്ടിയും പറഞ്ഞിരിക്കുന്നു കീർത്തന അല്ലേ, പങ്കു ആൻഡ് അമ്മു. അപ്പൊ അമ്മുവും പറഞ്ഞിരിക്കുകയാണ് ഇനി ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കണം, അമ്മയ്ക്ക് റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുകയാണ്. മൂത്ത ആളുടെ സെലക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. ഓ, അതൊരു ജോലിയാണ്. അപ്പൊ അവിടെ എന്താണ് ശ്രദ്ധിച്ചത്? ഐ എം ഷുവർ യു സീൻ യുവർ ഹസ്ബൻഡ്. അപ്പൊ എന്തെങ്കിലും കാര്യം യു വുഡ് ഹാവ് നോട്ടീസ്ഡ് or observe to choose this particular person? പക്ഷെ അവിടെയാണ് ധന്യ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത്. കാര്യം ഞാൻ എപ്പോഴും അമ്മു പങ്കുവിനോട് പറയും, എല്ലാ ഭർത്താക്കന്മാരും അച്ഛനെ പോലെയല്ല. നിന്റെ അപ്പൂപ്പനും ഒരു ഭർത്താവായിരുന്നു. അപ്പൂപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവായിരുന്നു. നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, ഇവരൊക്കെ പല പല ഭർത്താക്കന്മാരെ നീ കണ്ടിട്ടുണ്ട്. പല പല സ്വഭാവക്കാരാണ്. എല്ലാവരും നിന്റെ അച്ഛനെ പോലെയല്ല.
അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അച്ഛനെ പോലെ ആയിരിക്കും, പക്ഷെ നീ നോക്ക് നിൻ്റെ കെമിസ്ട്രി എങ്ങനെയുണ്ടെന്ന് നോക്കി നമുക്ക് അത്രേ ചെയ്യാൻ പറ്റൂ തന്നെയാണ്. നല്ലൊരു ഫാമിലി, നല്ലൊരു കുടുംബം, പയ്യൻ എഡ്യൂക്കേറ്റഡ് ആണോ, അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്, വിഷൻ എന്താണ്, കലയെ ബഹുമാനിക്കുന്നവരാണോ, അത് അത്യാവശ്യമാണ് നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ. ഇതൊക്കെ നമ്മളെ കുട്ടിയെ എങ്ങനെ നോക്കുന്നക്കുള്ളിൽ നോക്കിയിട്ട് പിന്നെ ഇവർക്ക് നമ്മളൊരു സമയം കൊടുത്ത് അങ്ങനെയാണ് കല്യാണം. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഉള്ളിൽ അമ്മ എന്ന് പറഞ്ഞൊരു ഫിയർ ഇല്ലേ, ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. അതൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞു, ഇനി നിൻ്റെ ജീവിതമായി നീ മുമ്പോട്ട് പോകണമെന്ന് പറയണ അമ്മയല്ല. നീ നന്നായി ജീവിക്കണം, മോർ ദാൻ അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പക്ഷെ ജീവിതം നല്ല സ്ട്രോങ് ആയി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ബട്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, അത് ഒരു കുട്ടിയുടെ കാര്യം, എല്ലാ പെൺകുട്ടികളുടെ കാര്യത്തിലും കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ജീവിതമേ ഉള്ളൂ എല്ലാവർക്കും. സഫോക്കേറ്റ് ചെയ്ത് ടോക്സിക്കായി അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ കൈകളും എൻ്റെ ഹൃദയവും എൻ്റെ വീടിൻ്റെ വാതിലും നിനക്കായി തുറന്നു വെച്ചിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസ് രണ്ട് മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആശ ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ, ഡൗറി ഡെത്ത്സും അല്ലാതുള്ള കുറേ ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ അത് മനസ്സിന് വല്ലാതെ അലട്ട് ഉണ്ടായിരിക്കും അല്ലേ? ആൻഡ് യു ഓൾസോ ഹാവ് 2 daughters. അപ്പോൾ ആ ഒരു പെയിൻ ശരിക്കും ഫീൽ ചെയ്യായിരിക്കും എപ്പോഴും. അത് നമുക്ക് അമ്മ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയും കൂടെ ഉള്ള ഒരാളാണ്, ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്നു. എത്രയൊക്കെ സമാധാനമാണ് സന്തോഷമാണെന്ന് പറഞ്ഞാലും ദേ ആർ എവേ ഫ്രം അസ്. വേറൊരു വീട്ടിൽ സ്വന്തമായിട്ട് താമസിക്കുകയാണ്, മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഓഫ് കോഴ്സ് ഇൻലോസിൻ്റെ കൂടെയാണോ ഒറ്റയ്ക്കാണോ എങ്കിലും ഒറ്റയ്ക്ക് തന്നെ നമ്മളിൽ നിന്ന് വിട്ടാണ് താമസിക്കുന്നത്. സോ നമ്മൾ കൊടുത്ത കെയർ, നമ്മൾ കൊടുത്ത അതൊന്നുമില്ല. അവർ ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുകയാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അവർ താളം ഒന്ന് തെറ്റുമ്പോൾ അതിന് മുമ്പിൽ നമുക്ക് മനസ്സിലാവും. ഒരു ഹലോയിൽ എനിക്ക് മനസ്സിലാവും. ഹലോ അമ്മ എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കും എന്ത് പറ്റിയിടാ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന എനിക്കൊന്നും എല്ലാ അമ്മമാർക്കേ അത് മനസ്സിലാവും, നല്ലോണം മനസ്സിലാവും ആ പെയിൻ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനിക്ക് ആ ഒരു ഫിയർ ഉണ്ട്, ഒരു എന്തെങ്കിലും ഓക്കെ ആണോ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവരൊന്ന് സെറ്റായി മുമ്പോട്ട് പോയാലാണ് നമുക്കൊരു ധൈര്യം ഉണ്ടാവുക. എന്നാലും ഈ ടെൻഷൻ ഇപ്പോഴും എൻ്റെ അമ്മ ചോദിക്കില്ല എന്നോട്, ശരത്തിനോട് ചോദിച്ചോ. ആശ എന്താണ് ഉപദേശം കൊടുത്ത മോക്ക്? ഉത്തരയ്ക്ക് എന്താണ് ഉപദേശം കൊടുത്തത് ബിഫോർ ഷീ ഗോട്ട് മാരീഡ്? ആദ്യം ഞാൻ കൊടുത്ത ഉപദേശം ഇതായിരുന്നു, എല്ലാ ഭർത്താക്കന്മാരും അച്ഛനെ പോലെയല്ല, ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആണ്. അതിൽ പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷെ ഞാൻ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസത്തിലെ അമ്മു പങ്കുവിനെ വളർത്തിയിട്ടില്ല. നമ്മൾ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോഴും വളർത്തുമ്പോഴും ഇനി ആൺകുട്ടിയാണ് നീ പെൺകുട്ടിയാണെന്ന രീതിയിലല്ല. ദേ ഓൾ വെൽ ക്വാളിഫൈഡ്, വെൽ സെറ്റിൽഡ് ചിൽഡ്രൻ. സോ അവർ ഒന്നിനും കുറവിലല്ല മുമ്പോട്ടുള്ളത്. അവർ എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയാണെങ്കിലും ദേ ആർ ഇൻ ദ ഈക്വൽ പൊസിഷൻ. സോ ഒരിക്കലും ഒരു പുരുഷൻ മുൻപിൽ സ്ത്രീ താഴെ അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിലല്ല അവർ വളർന്നത്. ഫെമിനിസം തന്നെ. എക്സാക്ട്ലി എന്ന് വിചാരിച്ച് ആരെയും നമ്മൾ ഹരാസ് ചെയ്യണമെന്നോ ഡോമിനേറ്റ് ചെയ്യണമെന്നോ ഒന്നുമല്ല. ഒന്നിനും സ്ത്രീ ഒരിക്കലും ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് നീ താഴെയാണ് എന്ന് വളർത്തിയിട്ടില്ല, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുമില്ല. സോ അത് പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ എപ്പോഴും. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് മോർ ദാൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, ഒരു റൂമിൽ താമസിക്കുമ്പോൾ ഇത്ര കാലം ഒറ്റയ്ക്ക് റൂമിൽ താമസിച്ച പോലെയല്ല, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. മോർ ദാൻ ദാറ്റ് ഇമോഷണലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടുപേരും എന്താണെന്നുള്ളത്. എന്നിട്ടും നന്നായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ നീ മോശമായിട്ടുള്ളൊരു കാര്യം ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ യുവർ ഓൺ ഡിസിഷൻസ് എടുക്കാൻ പാടുള്ളൂ. ഷുഡ് തിങ്ക് പോസിറ്റീവ് ഓൾവേസ് എന്നാ പറഞ്ഞു കൊടുക്കാറുള്ളത്. 18 വയസ്സിൽ കല്യാണം കഴിച്ചതാണ് ആശ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് കല്യാണമേ വേണ്ട, അല്ലെങ്കിൽ ലേറ്റായിട്ട് കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡായിട്ട് കരിയർ തുടങ്ങിയാൽ മതി, കുട്ടികളും നേരത്തെ ആയതാണ്. സോ ഹൗ ഡു യു സീ ദീസ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി ടുഡേ ആൻഡ് ദ കോൺവെർസേഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് ടുഡേ ഇപ്പോഴത്തെ സമൂഹത്തിൽ? പലപ്പോഴും എനിക്ക് തോന്നും ഇപ്പോഴാണ് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗത്ത് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോലുള്ളത് തന്നെയാണ്. ഞാൻ ചുറ്റും നോക്കുമ്പോൾ പല സ്ഥലത്തും കാണുന്നത് ഭയങ്കര ഇപ്പം 10-18 വയസ്സിൽ ജോലി കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, എഡ്യൂക്കേഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ മേഖല നൃത്തമായതുകൊണ്ട് എനിക്ക് അത്ര പ്രോബ്ലം വന്നില്ല. പഠിത്തം കഴിഞ്ഞിട്ടുണ്ടാവില്ല, സ്വന്തമായി ഒരു 2 കാലം നിന്നിട്ടുണ്ടാവില്ല. 10 രൂപ വേണമെങ്കിൽ ഭർത്താവിനോട് ചോദിക്കേണ്ട ഒരവസ്ഥയുള്ള ഒരുപാട് വീടുകൾ നമ്മൾ കാണുന്നുണ്ട്. കാര്യം അത്ര യങ്ങായി കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ സ്വന്തമായി 2 കാലിൽ നിന്ന് സ്വന്തം ഏൺ ചെയ്ത് മറ്റൊരാളെ കൈനീട്ടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന കാലത്താണ് കല്യാണം കഴിക്കേണ്ടത്.
എൻ്റെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ഉത്തരയുടെ കാര്യത്തിലോ? ഉത്തരയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ഉത്തര മാസ്റ്റേഴ്സ് കഴിഞ്ഞ് UK വാറിക്കിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഷി വാസ് പ്ലാനിങ് ടു ജോയിൻ ഒരു ജോലിക്ക് കയറുന്ന സമയത്തായിരുന്നു ഉത്തരയുടെ കല്യാണം. പക്ഷേ ഉത്തരയ്ക്ക് ബോംബെയിലായിരുന്നു കല്യാണം കഴിച്ചു പോയത്. അതും എനിക്കൊരു ഫിയർ ആയിരുന്നു. ദേ ഓൾ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദുബായ് ആൻഡ് സ്റ്റഡീഡ് ഇൻ UK. എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ വന്നിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ അത് ഇന്ത്യയിൽ, കേരളത്തിലുമല്ല ബോംബെയിലും. ഹിന്ദി ഷീ ഹാഡ് പ്രോബ്ലംസ്. പക്ഷേ അവൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും മെയിൻ തിങ് അവൾ ഇമ്മീഡിയറ്റ്ലി ഷീ ജോയിൻ ഫോർ ഭരതനാട്യം ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്തു. ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ചെറുതിലേ ഒന്നും ഭയങ്കര സീരിയസ് ആയിട്ട് പഠിച്ചില്ല. പഠിക്കുമായിരുന്നു എന്നുള്ളൂ. കുറച്ച് സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ പ്രൊഫഷണൽ ആവാൻ സാധിക്കുള്ളൂ. ആക്ടിങ് ഒരു കരിയർ ആക്കാനൊന്നുമില്ല. പാഷനാണ്, പാഷനേറ്റ് ആണ് ആക്ടിങ്ങിൽ. പക്ഷെ ഒരു സിനിമ അഭിനയിച്ചു. ഇനി ഓപ്പർച്യൂണിറ്റി നല്ലത് വന്നാൽ ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഡിഗ്രി ചെയ്യുവാണ്. അതിൻ്റെ കൂടെ അവൾ കണ്ടിട്ടുണ്ടാവും ആശാശ്വര കളക്ഷൻസ് എന്ന് വെച്ചിട്ട് ഡാൻസ് ജ്വല്ലറി, ഡാൻസ് കോസ്റ്റ്യൂംസ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതും സൈഡിൽ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഷീ ഈസ് ഏർണിംഗ് ലൈക്ക് ദാറ്റ്. എൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. എൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിൽ ഷീ ഹെൽപ്സ് മീ ഇൻ സ്കൂളിലത്തെ കാര്യങ്ങളിൽ. സോ അവൾക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ അവൾ ഏൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. ദാറ്റ്സ് വാട്ട് യു ബേസിക്കലി അണ്ടർലൈൻ. കാരണം എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എഡ്യൂക്കേഷണലി സൗണ്ട് ആയിരിക്കണം ആൻഡ് കേപ്പബിൾ ടു ലിവ് ഓൺ ദെയർ ഓൺ ആയിരിക്കണം ബിഫോർ ദേ ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്. ആശയത്ത് നേരത്തെ ഇന്ന് രാവിലെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വല്ലാതായിപ്പോയി. ആ ഇൻ്റർവ്യൂവിൽ ആശ പറയുന്നുണ്ട് ദാറ്റ് യു ഹാവ് ലോസ്റ്റ് എ ബേബി. പക്ഷേ ഞാൻ മുഴുവൻ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് ദാറ്റ് സിറ്റുവേഷൻ വാസ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് എക്സാക്ട്ലി? എൻ്റെ വീട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞില്ല തന്നെ 3 മക്കളാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഫാമിലി എന്ന് പറയുന്നത് 3 മക്കളാണ്. അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ്. ഇതാണ് അമ്മു പങ്കുവിൻ്റെ കോൺസെപ്റ്റ് എന്ന് ഇപ്പം എന്നോട് പറയും. കാര്യം ഞാൻ പറഞ്ഞായിരിക്കാം 3 കുട്ടികൾ വേണമെന്നുള്ളതാണ് അവരുടെയും കോൺസെപ്റ്റ്. ബിക്കോസ് ഐ യൂസ് ടു ടെൽ ഞങ്ങളുടെ ഒരു വീട്ടിലെ ഒരു ഫൺ, ഞങ്ങൾ 3 പേര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. സോ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ആ സിബ്ലിംഗ് കിട്ടുന്ന ഒരു ഇഷ്ടം, ഐ എം മിസ്സിങ് ദാറ്റ് എപ്പോഴും. അത് മറ്റാരിൽ നിന്നും കിട്ടില്ല തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ചീത്ത പറയാൻ പറ്റുന്നതും പിണങ്ങാൻ പറ്റുന്നതും. ഞാൻ ബാൾട്ടനെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു, നിനക്ക് വേറെ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ബാൾട്ടനെ വിളിച്ച് 2 ചീത്ത പറഞ്ഞാൽ ഐ എം ഹാപ്പി. കാര്യം എന്നെ ജഡ്ജ് ചെയ്യാത്ത, എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു എനിക്ക് എൻ്റെ ചേട്ടൻ. എന്തുണ്ടെങ്കിലും എന്നോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ധൈര്യം അങ്ങനെയായിരുന്നു എല്ലാത്തിനും. ചേട്ടനും അങ്ങനെയായിരുന്നു. എന്തുണ്ടെങ്കിലും അവളുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ടല്ലോ നമുക്ക്. ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പം എനിക്ക് 3 മക്കൾ വേണമെന്നായിരുന്നു. അപ്പം അമ്മും പങ്കുമൊക്കെ കുറച്ച് വലുതായ ശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ അഭിനയിക്കുന്നതിന് കുങ്കുമപ്പൂവിനൊക്കെ ഒരു 2 years മുന്നേ, ആ സമയത്തൊക്കെ എനിക്ക് നല്ല വണ്ണമുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാരിയിങ് ആയിരുന്നു. ഇവരൊക്കെ വലുതായി തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്കൊരു ബേബി വേണമെന്നുണ്ടായിരുന്നു. ബേബി ബോയ് ആയിരുന്നു. പക്ഷെ ഒരു 8th month ആയപ്പോഴത്തേക്കും ഉള്ളിലെ പ്ലാസൻ്റ പ്രീവിയം തിരിഞ്ഞു വരണമല്ലോ. സോ ഐ ലോസ് എ ബേബി. ഭയങ്കര ഇമോഷണലി ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. പ്രസവിക്കേണ്ടി വന്നു. സാധനം ഇപ്പം നോർമൽ പ്രസവത്തിൻ്റേതായിട്ടുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും കുഞ്ഞുവാവ് ഇല്ലതാനും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ട്രോമ പീരീഡായിരുന്നു എനിക്കത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. I can't imagine, Asha, you've gone through so much. നെവർ എൻഡിങ്. പക്ഷേ ലൈഫിലേക്കുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോ ലൈഫിൽ നിന്നുള്ള ഒപ്റ്റിമിസമോ ഹോപ്പോ ഒന്നും വിടാതെ ഇന്നും ഇത്രയും പ്രസരിപ്പോടെ പോസിറ്റിവിറ്റിയോടെ മുന്നിലിരിക്കുന്നുണ്ടല്ലോ ആശ. ഡു യു വാണ്ട് ടു ഷെയർ എനിത്തിങ് വിത്ത് ദ മദേഴ്സ് ഹൂ ഹാവ് ഗോൺ ത്രൂ എ സിമിലർ സിറ്റുവേഷൻ? പല അമ്മമാർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം വിത്ത് റിഗാർഡ് ടു കൺസെപ്ഷൻ ഓർ ഡെലിവറി. ഡു യു വാണ്ട് ടു ഷെയർ സംതിങ് വിത്ത്? ഡെലിവറിയുടെ സമയത്തെ ഞാൻ 3 കുട്ടികളെയും പ്രസവിച്ചത് നാട്ടിലാണ്. നാട്ടിൽ നമുക്ക് ദുബായിൽ അതിനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ഹോസ്പിറ്റൽസൊക്കെ ആ സമയത്ത് ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആണ്. എല്ലാവരും ഡെലിവറിക്ക് നാട്ടിൽ വന്നിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു 40 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തിരിച്ചു പോകലാണ്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റേഡിയോയിൽ. പാർട്ട് ടൈം ആണ് എങ്കിലും എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ജോലി ഇല്ലാണ്ടിരുന്നിട്ടില്ല കേട്ടോ തന്നെയാണ് എൻ്റെ ലൈഫിൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അമ്മയുടെ അസിസ്റ്റൻ്റായിട്ട് ഒരു കോലെടുത്ത് തന്നതാണ് അമ്മ. വെറുതെ ഇരുന്നിങ്ങനെ പഠിപ്പിക്കും. അതിന് അമ്മ എനിക്ക് മാസം ഒരു 500 രൂപ പോക്കറ്റ് മണി തരും. 500 രൂപ അമ്മ എൻ്റെ നിന്ന് മേടിക്കും. പക്ഷെ എന്നാലും അത് തരും. അത് കിട്ടുന്ന ഒരു ഇതിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഏർണിംഗ് സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ സ്വയം ജോലി ചെയ്ത് നമ്മൾ തൊഴിൽ നേടി നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ആ വേതനം നമുക്ക് അത്യാവശ്യമാണെന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് എന്നും ഉണ്ടായിരുന്നു. അപ്പം ജോലി ഇല്ലാതെ ആ പ്രസവത്തിൻ്റെ ഒരു 3 മാസം മാത്രമായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും കുട്ടികളെയും കൊണ്ടായിരുന്നു ഞാൻ റേഡിയോയിലായിരുന്നു ജോലി.
കുട്ടികളെയും കൊണ്ടാണ് ഞാൻ പോവുക. ഞാൻ പ്രാമിൽ ഉറക്കി കിടത്തിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ജയ, ചന്തു, സലീം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ വളരെ ക്ലോസ് ആണ്. ഗായത്രി, ദീപ, കുറേ പേര്. അവരുടെ കയ്യിൽ കൊച്ചിനെ കൊടുത്തിട്ടായിരിക്കും ഞാൻ സ്റ്റുഡിയോയിൽ കയറി റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. സോ അപ്പോഴൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, ഒട്ടും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അത് കഴിയുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഇറിറ്റേഷൻസ് ഉണ്ടാവും. ഒരാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ, അതായത് 1.5 വയസ്സ്. പങ്കുവിന് 1 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മൂനെ പ്രഗ്നൻ്റ് ആണ്. ഞാൻ ആലോചിക്കും എങ്ങനെ വളർത്തി വലുതാക്കും, മുമ്പോട്ട് കൊണ്ടുപോകും എന്നൊക്കെ. ഭയങ്കര മറ്റതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയാം. പ്രസവത്തിൻ്റെ വേദന മറന്നു പോയിട്ട് വേണം അടുത്തേക്ക് വരാൻ. അതുപോലും ആവാതെയാണ് വന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ ഒരു കാലത്ത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ വളർത്തുന്ന ഇടയ്ക്ക് ഒരാളെ ഫുൾ, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പ്രസവിക്കാൻ രണ്ടാമത് വന്ന് ഫുൾ വയറുമായിട്ട് ഒരാളെ ഒക്കത്തെടുത്തിട്ടാണ് വരുന്നത്. ആ സമയത്ത് ഹി വാസ് വർക്കിംഗ്, ശരത്തേട്ടന് ജോലിയായിരുന്നു. പിന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എപ്പോഴും ലീവ് കിട്ടില്ല, തന്നെത്താനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അതിനിടയ്ക്ക് പഠിപ്പിക്കണം, അങ്ങനെ കുറേ ജോലികൾ. അപ്പോൾ ആഫ്റ്റർ പ്രഗ്നൻസിയുടെ ഇഷ്യൂസൊന്നും അങ്ങനെ ഒരു ട്രോമയോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള ഉണ്ടായിട്ടില്ല. ബിസിയിൽ നമ്മൾ അങ്ങനെ പോയി. പക്ഷെ പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ട്രോമയിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഓൾ മദേഴ്സ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തിരിഞ്ഞു നോക്കി നമ്മുടെ കുഞ്ഞുവാവെ കാണുമ്പം ആ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കും, നമ്മളിതെല്ലാം മറന്നുപോകും. ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ത്രീക്ക് തണലായി നിൽക്കേണ്ടത് ആ സമയത്ത് ഭർത്താവാണ്, അല്ലേ? കുഞ്ഞുവാവയുടെ അച്ഛനും അമ്മയും ചേർന്നാണ് കുടുംബം വരുന്നത്. ഈ ട്രോമ മുഴുവൻ ഭാര്യ അനുഭവിക്കുന്നതും ഭാര്യ അത് ഹാൻഡിൽ ചെയ്യുന്നതും പ്രീ ആൻഡ് പോസ്റ്റ് പ്രഗ്നൻസിയുടെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുടെ സപ്പോർട്ട്, അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര പ്രധാനമാണ്. എന്തായാലും ഈ ഒരു പീരീഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ കൂടെ ഉള്ളവർ അത് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു മെൻ്റൽ പീസ് കൊടുത്ത് ഐ ആം ദെയർ ഫോർ യു എന്നുള്ളൊരു സമാധാനിപ്പിച്ച് ഒന്ന് ചേർത്ത് പിടിച്ച് സമാധാനമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് അമ്മമാരെക്കാൾ കൂടുതൽ എനിക്ക് പറയേണ്ടത് അച്ഛന്മാരോടാണ്. കമ്മിങ് ടു ദ പാർട്ട് ഓഫ് ദ ബിസിനസ് പാർട്ട് ഓഫ് ഇറ്റ് ആശ, കാരണം ഈ ഒരു 4 കുട്ടികളിൽ നിന്ന് തുടങ്ങി 3000 കുട്ടികളുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും അഫിലിയേറ്റഡ് ടു ലണ്ടൻ ട്രിനിറ്റി കോളേജ്. യെസ്, ആൻഡ് അവിടെ മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഈ കലയും ആർട്ടിസ്റ്റും ബിസിനസ്സും കൂടി ഒന്നിച്ചു പോകില്ല എന്ന് എല്ലാവരും പറയും. ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ് തിൻ ലൈൻ, ആ ഒരു ബാലൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ UAE ചെന്നപ്പോൾ തൊട്ട് ക്ലാസ്സസ് എടുത്തിരുന്നു വീട്ടിൽ. ഞാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, പക്ഷേ സ്കൂൾ എന്നുള്ള രീതിയിലല്ല, കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ നിയമം നമുക്ക് വീട്ടിൽ ക്ലാസ് എടുക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണ് ഞാനൊരു ചെറിയ സ്ഥാപനമായിട്ട് തുടങ്ങിയത്. 2003 സ്കൂൾ തുടങ്ങിയത്. അതുവരെ എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരു 4 പേര് വെച്ച് തുടങ്ങി. അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു 10, 40, 50 സ്റ്റുഡൻസായി. എന്നിട്ടാണ് നമ്മൾ സ്കൂളായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും ബിസിനസ്സും തമ്മിൽ ഒരു ബന്ധമില്ല, പക്ഷെ ബിസിനസ്സുകാരൻ എൻ്റെ ഭർത്താവാണ്. അപ്പോൾ ശരത്തേട്ടൻ ഒരു ബിസിനസ് ചെയ്യുന്നത്, ഞാൻ MBA പഠിച്ചിട്ടില്ല. ആ ഒരു പ്ലാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് സ്കൂൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്ണറില്ല. എനിക്ക് ഇൻവെസ്റ്റർ വീട്ടിൽ തന്നെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വന്നു, പലിശയില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യ കാലത്തുള്ള സ്കൂളുകൾക്കൊക്കെ ശരത്തേട്ടൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അതിന് കോടികൾ വേണം ഒരു സ്കൂൾ തുടങ്ങാൻ. നമുക്ക് ലൈക്ക് ബിസിനസ് ഉള്ളി ലൈസൻസ് എടുക്കണം, സ്പേസ് എടുക്കണം, ഇൻറ്റീരിയർ ചെയ്യണം, ഓരോ വിസസ് എക്സ്പെൻസ്, ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻസസ് ബിഹൈൻഡ് ദാറ്റ്. ഇതിനൊക്കെ ആദ്യ കാലങ്ങളിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരുമായിരുന്നു. പിന്നെ സ്കൂളുകൾ വളർന്നു, സ്കൂളിൽ നിന്ന് ഇൻകം വരാൻ തുടങ്ങി. പല സബ്ജക്ട്സ് ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസ്, എല്ലാ സബ്ജക്ട്സും, ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക്, എല്ലാ കാര്യങ്ങളുമുള്ള ഒരു നല്ലൊരു കൾച്ചറൽ സെൻറ്ററാണ് ആയിരുന്നു. അങ്ങനെ ഒരു 7 സ്കൂൾ വരെ എത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് ഹിറ്റ് ചെയ്തത്. കോവിഡ് ഹിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഹിറ്റായിപ്പോയി. ഞാൻ നാട്ടിലായിരുന്നു, ഗുരുവായൂരമ്പലത്തിൽ കളിക്കാൻ വന്നതാണ് പ്രോഗ്രാമിന്. എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല, ഫ്ലൈറ്റ് ക്യാൻസലായി. എൻ്റെ സ്റ്റാഫ് മുഴുവൻ അവിടെയായി. സ്കൂൾസ് ആദ്യം നിർത്തിയത് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അക്കാഡമിക്സ് ആണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആ കൂട്ടത്തിൽ നമ്മളും വരും. സ്കൂൾ മാത്രമല്ല, കൾച്ചറൽ സെൻറ്റേഴ്സ് എല്ലാം വരും. ഒരു സുപ്രഭാതത്തിൽ അടച്ചു എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ബസ്സസ് ഉണ്ട്, 10-16 ബസ്സസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു. പിന്നെ നമുക്കത് തൊടാനുള്ള അവസ്ഥ പോലും ഉണ്ടായിട്ടില്ല. അത് അബ്രപ്റ്റായിട്ട് സ്കൂൾ നിർത്തി. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. സ്റ്റാഫിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. പലരും മരിക്കാൻ തുടങ്ങി. നമ്മുടെ സ്റ്റാഫ് എല്ലാവരുടെ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഫിയർ വരുമല്ലോ, പേടിക്കും. സോ ഇതെല്ലാം കൂടെ ഇപ്പം നമ്മളൊരു ഹ്യൂജ് ലോസ് വന്നു. ലോസ് എന്ന് വെച്ചാൽ ആക്ച്വലി മില്യൺസ് ലോസ് വന്നു. പല സ്കൂളുകളും നമ്മൾ സ്പേസ് എടുത്ത് നടന്നിരുന്ന സ്കൂൾ പൊളിച്ച് നമുക്ക് കൊടുക്കേണ്ടി വന്നു. സോ കോടികളുടെ ഒരു വലിയൊരു ലോസ് നമുക്ക് അവിടെ ഉണ്ടായി. പക്ഷേ 2 സ്കൂൾ ഞാൻ അന്നും മെയിൻറ്റെയിൻ ചെയ്തു. ആദ്യത്തെ 2 മക്കളെ പോലെ ദുബായിലും ഷാർജയിലും തുടങ്ങിയ 2 സ്കൂൾ. ബാക്കിയെല്ലാം നമുക്കൊരു കൾച്ചറൽ സെൻറ്റർ ഉണ്ടായിരുന്നു, ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ തന്നെ പെർഫോം ചെയ്യാന്നുള്ളത്
അപ്പോൾ വേറൊരു സ്ഥലം വേണ്ട, നമുക്ക് തന്നെ വീക്ക്ലി പെർഫോമൻസസ് കൊടുക്കാം, ഒരു 150 പേര് 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം, അങ്ങനെയൊക്കെ ഒരു ഡ്രീം പ്രോജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം താഴത്തെ ടബേന്ന് വീണു കോവിഡിൽ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് എനിക്കൊരാളുണ്ട്, ദീപ്തി എന്ന് പറഞ്ഞിട്ട്. ദീപ്തി എൻ്റെ കൂടെ 10-20 വർഷങ്ങളായിട്ടുള്ള ഒരാളാണ്. ദീപ്തി അവിടെ നിന്നു. അങ്ങനെ ആരും നിൽക്കില്ല, ദീപ്തി അവിടെ നിന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു എല്ലാ സ്റ്റാഫിനെയും നമ്മുടെ നാട്ടിലേക്ക് അയച്ചു. ദീപ്തി എപ്പോഴും അവിടെ നിന്നു. കാര്യം ചെക്സ് ഉണ്ട്, ചെക്ക് ബൗൺസ് ആവാൻ പാടില്ല, ലീഗൽ കേസസ് വരാം, കുറേ കാര്യങ്ങളുണ്ട്. ഷീ സ്റ്റേഡ്. ആൻഡ് വൺ ഓഫ് മൈ അതർ പേഴ്സൺ സ്റ്റാഫ് ഉണ്ട്, സലീമും അവിടെ വർഷങ്ങൾ നിന്നു. ഇങ്ങനെ കുറേ പ്രോബ്ലംസിലൂടെ പോയി. അവസാനം ഇത് സ്കൂളെല്ലാം തുടങ്ങി പതുക്കെ പിച്ച വെച്ച് 1-2 സ്റ്റുഡൻസ് വന്ന് നമ്മൾ മുമ്പോട്ട് വന്ന് വീണ്ടും നമുക്കൊരു 1000-1500 സ്റ്റുഡൻസിലെത്തി നിൽക്കുകയാണ് ഇപ്പം. ആൻഡ് വി ഹാവ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം, അത് ഗ്ലോബൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിക്കോസ് ഓഫ് കോവിഡ് നമ്മൾ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥാപനവും കൂടിയുണ്ട്. നൗ ഇറ്റ്സ് ഡൂയിങ് വെരി വെൽ. പണ്ടത്തെ ഒരു സ്ട്രെങ്ത് നിന്ന് നമ്മൾ താഴെ വന്നു, കുട്ടികളുടെ ആണെങ്കിലും സ്റ്റാഫിൻ്റെ ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും. പക്ഷെ കൂടെ നിന്ന് ഒരുപാട് അധ്യാപകരുണ്ട്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുണ്ട്, നല്ല പേരൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് അത് ഇറ്റ്സ് നോട്ട് ഈസി. അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതെല്ലാം പോയി. വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം 1 വർഷത്തോളം നമ്മൾ 1 മില്യൺ ദിറംസിൻ്റെ അടുത്താണ് നമ്മൾ റെൻറ്റ് വരുന്നത്. 1 വർഷത്തോളം നമ്മൾ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നു. കാര്യം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ മാസങ്ങളെടുത്തു, ഓൾമോസ്റ്റ് 1 ഇയറിന് മേലെ എടുത്തു. ബട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ പിച്ച വെച്ച് ഇതെല്ലാം അതാണ് ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. ഒരു ആർട്ടിസ്റ്റിന് ബിസിനസ് പറ്റുമോ എന്ന് വെച്ചാൽ ടീച്ചിങ് ഇസ് ഡിഫറെൻറ്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ഡിഫറെൻറ്റ്. രണ്ടും മാനേജ് ചെയ്ത് പോകാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്കൊരു സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താണ് ഏറ്റവും വലിയ ലെസൺസ് ഇതിൽ നിന്ന്? റണ്ണിങ് ദിസ് ബിസിനസ് ഫോർ സോ മെനി ഇയേഴ്സ്. ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും മനസ്സുകൊണ്ട് ചെയ്ത് ബ്രെയിൻ കൊണ്ട് മാത്രം ചെയ്യാന്നുള്ളതാണ് ബിസിനസ് തരത്തിൽ. എപ്പോഴും അങ്ങനെ മാത്രം ഹൃദയം കൊണ്ട് ചെയ്യരുത്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ടും ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ടും ബിസിനസ് ചെയ്യാൻ പാടില്ല. ഡു ഇറ്റ് വിത്ത് യുവർ ബ്രെയിൻ എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലോസ് വന്നാലും എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റി, നന്നായിട്ട് പോകാൻ പറ്റി. കുറച്ച് നമ്മളുടെ ദുബായിലുണ്ടായിരുന്ന സ്റ്റാഫ് കുറച്ച് പേര് നാട്ടിൽ, എനിക്കൊരു പനങ്ങാട് ഞാൻ താമസിക്കുന്നത്, പെരുമ്പാവൂർ ഓൾറെഡി ക്ലാസ്സസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഡാൻസ് മ്യൂസിക് അക്കാഡമി തുടങ്ങാൻ പറ്റി. തളർന്നു പോയില്ല ആ സമയത്ത്? ഇത്രയും വലിയ ലോസ് വരുമ്പോൾ ആക്ച്വലി അങ്ങനെ തളർന്നു പോയില്ല തന്നെയാണ്. കാര്യം ഞാൻ ഓൾറെഡി ജീവിക്കുന്നത് വേറൊരു ബിസിനസ്സുകാരൻ്റെ കൂടെ ആയതുകൊണ്ട് അവിടെയും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ്സ് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. സോ ഇതൊക്കെ ബിസിനസ്സിൽ സംഭവിക്കുന്നതാണെന്ന് അതിലൊന്നും ഞാൻ അങ്ങനെ തളരാറില്ല. സത്യസന്ധമായി പറഞ്ഞാൽ അതൊരു ഓക്കെ, വി ലോസ് സോ മച്ച് മണി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് പിടിച്ച് മുമ്പോട്ട് വരാൻ പറ്റുന്ന ഒരു ധൈര്യമുണ്ട്, ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങണം, ഡാൻസേഴ്സ് ആണെങ്കിലും മ്യൂസിഷ്യൻസ് ആണെങ്കിലും, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ടെൽ ദം ദാറ്റ് ഓക്കെ ഈ 3 കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്? അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സസ്. നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരുന്നത് കൃത്യ ക്ലാസ്സസ് കിട്ടാനാണ്. അതിൽ നമ്മൾ ഇന്നിപ്പോൾ ടീച്ചറില്ല, നാളെ ടീച്ചറുണ്ട്, അങ്ങനെ മാറ്റി കൊണ്ടുവരുന്ന രീതി പാടില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ടീച്ചിങ് സിസ്റ്റമാറ്റിക് ആയിരുന്നത് പോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി വെരി സിസ്റ്റമാറ്റിക്. ഒരു ക്വാളിറ്റി ഉണ്ടാവണം രണ്ടിലും. എന്നാൽ മാത്രമേ നമുക്കൊരു സ്ഥാപനം കൊണ്ട് നടത്താൻ പാടുള്ളൂ. പിന്നെ ഒരു സ്കൂളെന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയൊരു മണി മേക്കിംഗ് ബിസിനസ് അല്ല തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് എനിക്കിത് കൊണ്ട് നടക്കാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഏർണിങ്സ് ഉണ്ടാവും, വിൽ മേക്ക് സോ മച്ച് മണി, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ചില സമയത്ത് ചില വെക്കേഷൻ സമയത്ത് നമുക്ക് കുട്ടികൾ അങ്ങ് ഡ്രോപ്പ് ഓഫ് ആവും. അപ്പം നമുക്ക് ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് വരും. അപ്പം ഞാൻ ശരത്തേട്ടനെ നിന്ന് പൈസ എടുക്കും, പറ്റിക്കും, അങ്ങനെയൊക്കെ ധൈര്യമായി പറ്റിക്കാൻ പറ്റുന്ന ആളും. അങ്ങനെയൊക്കെ ഇത് ഹാൻഡിൽ ചെയ്തോളൂ. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റൺ എ സ്കൂൾ ലൈക്ക് ദിസ്. ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി സസ്റ്റൈനബിൾ ഇൻകം, പക്ഷേ നോട്ട് ലൈക്ക് എക്സ്ട്രീം. ചില മാസങ്ങൾ ഇപ്പോൾ വെക്കേഷൻസ് എന്ന് പറയുമ്പം ജൂലൈ ഓഗസ്റ്റ് അവിടെ വെക്കേഷനാണ്. 90% ആൾക്കാർ ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ ആ 2 മാസത്തെ ഇൻകം അവിടെ നിന്നു. അപ്പോഴും നമുക്ക് റെൻറ്റ് കൊടുക്കണം, അപ്പോഴും നമ്മൾ വണ്ടികളുടെ EMI അടയ്ക്കണം, അപ്പോഴും നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കണം. These all things happens. അപ്പോൾ ഇതിനൊരു സപ്പോർട്ട് സിസ്റ്റം നന്നായിട്ടില്ല എങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ചൂസിങ് ദ റൈറ്റ് പീപ്പിൾ ബിക്കംസ് സോ ക്രൂഷ്യൽ അല്ലേ? സിൻസിയർ ആയിട്ടുള്ള ആളുകളെ കിട്ടുക. പിന്നെ ക്ലാസ്സസ് നമ്മൾ വെറുതെ അങ്ങ് ഏൽപ്പിക്കില്ല. ഇപ്പോൾ എല്ലാ ക്ലാസ്സസും എനിക്ക് എടുക്കൽ പ്രാക്ടിക്കലല്ല. കാര്യം ഐ എം ട്രാവലിംഗ്, ഐ എം പെർഫോമിങ്. ബട്ട് എൻ്റെ ടീച്ചേഴ്സ് കറക്റ്റായിട്ടാണോ, സിലബസ് ബേസ് ടീച്ചിങ് ആണോ, പഠിപ്പിക്കുന്നത് കറക്റ്റാണോ, അത് വാച്ച് ചെയ്യുന്നു. നമുക്ക് എല്ലാ മാസവും പ്രോഗ്രാംസ് ഉണ്ട്. എൻ്റെ സ്കൂളിൽ കൈരളി കലാകേന്ദ്രം ദുബായിലും ഷാർജയിലും. നമ്മൾ ഒരു കുട്ടി ഇപ്പോൾ ധന്യ അവിടെ പഠിക്കുന്നു, ധന്യ ഒരു സിലബസ് പഠിച്ചു കഴിയണമെങ്കിൽ മിനിമം 3 months എടുക്കും. 1 വർഷം 1.5 വർഷം പഠിച്ച ശേഷം ആ 3 മാസം കഴിഞ്ഞ് ധന്യ പഠിക്കുന്നത് ധന്യ വേദിയിൽ അവതരിപ്പിക്കണം. സംഗീതമോ നൃത്തമോ ഇൻസ്ട്രുമെൻറ്റ്സോ എന്തുമാട്ടെ. അപ്പോൾ ആ സിലബസ് കഴിഞ്ഞു.
അടുത്ത സിലബസിലേക്ക് പോകുന്നു. ലോകത്ത് ഞാൻ എവിടെയാണെങ്കിലും ഈ പെർഫോമൻസ് മാസത്തിൽ ഒരു ദിവസം UAE ഉണ്ടാവും. അതിന് ഞാൻ അവിടെയുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ക്വാളിറ്റി എല്ലാ കുട്ടികളും വന്നു പോകും ഈ പ്രോഗ്രാമിൽ. സോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും അത്. സോ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ പോയാൽ തന്നെ നമുക്ക് എന്തിലും മുമ്പോട്ട് ഡു 100% എനിത്തിങ് ഇൻ ലൈഫ്. I know you turn up 100%. Turn up, show up, no matter what. I think adana represent cheyana for me, Asha. Like no matter what, you always are there. See, always vandirikkum. Oh. Okay. On that note, oru card game. ഞാൻ പറയില്ലേ ആശ, ഞാൻ ഭയങ്കര തുടക്കത്തിൽ എനിക്ക് ഏത് വഴിക്ക് പോകുന്നു എങ്ങനെ പോകുന്നൊന്നും അറിയില്ല. ഭയങ്കര ടെൻഷനിലാണ് ഞാൻ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, എനിക്ക് തികച്ചും വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റ്, ഒരു ഡിസൈനർ വന്ന് ഞാൻ അവരെ മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും അവർക്കൊരു ടോക്കൺ ഓഫ് ലവ് എന്ന നിലയ്ക്ക് തന്നെ ഈ ഒരു കാർഡ് ഗെയിം യൂസ് ചെയ്തോളൂ ഷോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് വെനസ. അപ്പോൾ വെനസയുടെ കാർഡ് ഗെയിമാണ്. ഷീ ഈസ് ഡിസൈൻ ദിസ് കാർഡ്. പ്ലീസ് ചൂസ് എ കാർഡ് ആൻഡ് എന്താണ് For sure. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഡു ഫോർ ഷുവർ ഓൺ എ ഡെയിലി ബേസിസ്? ഇത് ഞാൻ എന്തായാലും ചെയ്യും. ഓക്കെ, വാട്സാപ്പ് മെസ്സേജസ് എന്തായാലും വരും, അല്ലെങ്കിൽ കോൾ ചെയ്യും ശരത്തിനെ. അതൊക്കെ വിട്ടിട്ട് എനിത്തിങ് ദാറ്റ് യു സർട്ടൻലി വിൽ ഡു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൈരളി കല ഇപ്പോൾ പേഴ്സണൽ ലൈഫ് അല്ലാതെ ഒരു പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ദീപ്തി, ഞാൻ ഓഫീസിലെ കംപ്ലീറ്റ് ഐ ഡിസ്കസ് എവറിത്തിങ് വാട്ട് ഹാപ്പൻ ഇൻ ദ ഓഫീസ്. ഓരോ സ്കൂൾസിലും നമ്മുടെ സ്കൂൾസിലെല്ലാം അഡ്മിനിസ്ട്രേഷൻ ടീമുണ്ട്. സോ വാട്ട് ഹാപ്പൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആൻഡ് ഓൾ ദ ടീച്ചേഴ്സ് ആർ റിപ്പോർട്ടിംഗ് ടു മീ, എസ്പെഷ്യലി ഡാൻസ് ടീച്ചേഴ്സ്. എല്ലാവരും റിപ്പോർട്ട് ചെയ്യും, എല്ലാ ദിവസവും റിപ്പോർട്ട് ഉണ്ടാവും. സോ വാട്ട് ദേ ടോട്ട് ഇൻ ദ ക്ലാസ്, ഇന്നത്തെ സിലബസ് എന്തായിരുന്നു അത് അവർ കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ള എല്ലാ ഡാൻസ് ടീച്ചേഴ്സിൻ്റെയും. ഐ ഹാവ് ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ഇൻ ദുബായ് ആൻഡ് ഇന്ത്യ നാട്ടിലും. സോ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഡെയിലി ബേസിസിൽ നോക്കിയിരിക്കും. ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ദീപ്തി, ഐ ഹാവ് എ മീറ്റിംഗ് എവറി ഡേ. ദാറ്റ് ഇസ് ദെയർ എവറി ഡേ. One thing is for sure, how do you take care of your skin or your hair? ഇത് ഞാൻ കോംപ്രമൈസ് ചെയ്യും, ഇത് ഞാൻ ചെയ്തിരിക്കും because it's a big part of being an artist and being a dancer ഞാനൊരു also. സത്യസന്ധമായി പറയാം, ഞാനൊരു ഭയങ്കര മടിച്ചയായിട്ടുള്ള ഒരാളാണ് ഈ കാര്യത്തിലൊക്കെ. ഞാൻ എന്നോട് അമ്മും പങ്കും പറയും, അമ്മ ജസ്റ്റ് ക്ലീൻ യുവർ മേക്കപ്പ് പ്രോപ്പർലി എന്ന് പറയും. കാര്യം ഞാൻ സാധാരണ മേക്കപ്പ് റിമൂവ് ചെയ്യൽ വൃത്തിയായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പം ഭയങ്കര ടയർഡായിട്ടൊക്കെ വരുമ്പോഴുള്ളത് തന്നെയാണ്. ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു വൈപ്സ് എടുത്തിട്ട് പതുക്കെ അവരെ കാണിക്കാൻ തൂത്തിട്ട്, പക്ഷെ വീഡിയോ കോളിൽ എല്ലാ ദിവസവും എന്നെ കാണൂലേ, അപ്പോൾ യു ഡിഡ്ന്റ് റിമൂവ് യുവർ മേക്കപ്പ്, കൈ മേക്കപ്പ് ഇരിക്കണം അമ്മ എന്നൊക്കെ പറയും. സോ അതിന് ഞാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. എന്നാൽ ഐ ട്രൈ ടു റിമൂവ് മൈ മേക്കപ്പ് എവറി ഡേ. അല്ലാണ്ട് ഞാൻ ഭയങ്കര സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല, ഒരു മടിച്ചു പാറുവാണ്. Okay, I relate to that. Unbelievable. What is unbelievable for you in this life that life has offered? I'm an actress. Yeah. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു സിനിമാ നടിയാവും എന്നുള്ളത്. ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഓക്കെ നമുക്ക് അന്ന് കിട്ടിയില്ലല്ലോ എന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം വന്ന ഓപ്പർച്യൂണിറ്റീസും 1-2 ഓപ്പർച്യൂണിറ്റീസൊക്കെ അതിന് ശേഷവും വന്നിട്ടുണ്ട്. ബട്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു നർത്തകിയാവും, ഈവൻ പെർഫോമർ ആവുന്നതിലുപരി ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനൊരു നൃത്ത അധ്യാപികയാവുന്നതാണ്. കാര്യം എൻ്റെ അമ്മ അങ്ങനെയാണ്, മോർ ദാൻ എ പെർഫോമർ ഷീ ഈസ് എ ടീച്ചർ. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ശരത്ത് വരുമ്പോൾ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരാളായിരിക്കുന്നതാണ്. ഒരു സ്വപ്നങ്ങളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതായിരിക്കും നമ്മളെ സ്വപ്നമല്ല, നമ്മളുടെ ഒരു തീരുമാനം അതായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു നടിയാവും എന്നുള്ളത്. Do you love acting? Very much I'm in love with acting, dance, everything, even പെർഫോമൻസിൻ്റെ കാര്യം എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഞാനിപ്പോൾ ഈ ഒരു ഏജിലും ഐ എം പെർഫോമിങ് സോ മെനി സ്റ്റേജസ് അല്ലെങ്കിൽ ഞാനൊരു മിനിമം ഞാൻ ഒരു മാസത്തിൽ ഒരു 4-5 പെർഫോമൻസ് അല്ലെങ്കിൽ 5-6 പെർഫോമൻസ് ഞാൻ എനി പാർട്ട് ഓഫ് ദി വേൾഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതാണെങ്കിലും സിനിമയാണെങ്കിലും ഞാൻ ഐ നെവർ എക്സ്പെക്റ്റഡ് ഐ കുഡ് ഷെയർ സ്ക്രീൻ സ്പേസ് വിത്ത് ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി സർ, സുരേഷ് ഏട്ടൻ, ജയറാം ഏട്ടൻ, കമൽ സർ, ഇത്രയും ലെജൻഡറി ആയിട്ട് കുറച്ച് ലാൽ ചേട്ടൻ, ഇനി എത്രയോ പേര്, രഞ്ജിയേട്ടൻ, അങ്ങനെ ഇത്രയും വലിയ ജോഷി സാറിനെ പോലുള്ള സംവിധായകർ, ജയരാജ് സാറിനെ പോലെ, അതൊന്നും ഞാൻ ചിന്തിച്ചതേ അല്ല. സോ ഇറ്റ്സ് ഓൾ അൺബിലീവബിൾ എൻ്റെ ജീവിതത്തിൽ. Do you think actors have a shelf life? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്
ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ 40s എത്തിക്കഴിഞ്ഞാൽ ഒരു സ്ട്രഗിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ആശ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കുറച്ച് ലേറ്റ് ആയി. എനിക്ക് എന്താണെന്നറിയോ തന്നെ, ഞാൻ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഒരു പ്രൊഫഷനാണ് സിനിമ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതെൻ്റെ ഒരു സ്വപ്നമാണ്, ഒരു ഇഷ്ടമാണെന്ന് മാത്രമാണ്. ഇപ്പം മറിച്ചിപ്പോൾ ഈവൻ പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും പലപ്പോഴും പെർഫോമൻസ് കാര്യമാണ് പിന്നെ നമുക്ക് തോന്നുക ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്രോഗ്രാം എന്നുള്ള ഒരു ചിന്ത. ഇനിയിപ്പോൾ ഈ മാസം പ്രോഗ്രാം ഇല്ലല്ലോ, അല്ലെങ്കിൽ അടുത്ത മാസമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി അത് കഴിഞ്ഞാൽ ഇനി എപ്പോഴായിരിക്കും പ്രോഗ്രാം എന്ന് ചിന്തിക്കുന്നത് നൃത്തത്തിൻ്റെ കാര്യത്തിലാണ്. അതെപ്പോഴും ഞാനൊരു എൻ്റെ ഒരു പ്രൊഫഷൻ, ഒരു ഉപജീവനം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാംസ്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്കൂൾ എങ്ങനെ പോകുന്നു, നമ്മുടെ അഡ്മിഷൻസ് കുറയുന്നുണ്ടോ, കുട്ടികളുടെ ക്വാളിറ്റി കുറയുന്നുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ എപ്പോഴും ചിന്ത. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത സിനിമ എപ്പോഴാണ്, അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ സ്ട്രഗിൾ ഫീൽ ചെയ്യുക. അയ്യോ ഇനി എത്ര കാലമായി നമ്മൾ സിനിമ ചെയ്തിട്ട്, അങ്ങനെ സ്ട്രഗിൾ. പക്ഷെ നല്ല നല്ല ക്യാരക്ടേഴ്സും ഒക്കെ കുറച്ച് നാളെ പോയി, കുറേ നാളായാലോ സിനിമ ചെയ്തിട്ട് എന്ന് തോന്നാറുണ്ട്. പക്ഷെ മറിച്ച് ആ ഒരു സ്ട്രെസ്സില്ലേ, സോ ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്, അത് തോന്നാറില്ല. പക്ഷെ കുറേ നാളായല്ലോ സിനിമ ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ലൊരു സിനിമ ചെയ്തിട്ടെന്ന് ഓഫ് കോഴ്സ് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തോന്നാറുണ്ട്. യു മസ്റ്റ് ബി വെരി എക്സൈറ്റഡ് അബൌട്ട് ദൃശ്യം 3 അല്ലേ? തീർച്ചയായിട്ടും. നോ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? നോ പറയേണ്ട സ്ഥലത്തൊക്കെ നോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോ പറയാൻ മടിയുള്ള ആളെയല്ല. നോ പറയേണ്ട സ്ഥലത്ത്, റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ആരാന്ന് പോലും നോക്കാണ്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ്. ആ റിയാക്ഷൻ എങ്ങനെയാണ് ആൾക്കാർ റിസീവ് ചെയ്തിരിക്കുന്നത്? ഇഫ് ഐ ടോക്ക് അബൌട്ട് സേ പ്രോബ്ലി സംബഡി പ്രൊപ്പോസിംഗ് ഓർ കാസ്റ്റിംഗ് കൗച്ച് ഓർ എനി ഓഫ് ദോസ് സെക്ഷൽ അഡ്വാൻസസ് വിച്ച് ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ്, ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചൊന്നും എൻ്റെ ഒരു ഏജ് കൊണ്ടോ, ഞാൻ ഈ ഒരു പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വന്നതുകൊണ്ടോ അങ്ങനത്തെ പ്രോബ്ലംസ് എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ നോ പറയേണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പല സിറ്റുവേഷൻസിലും നമുക്ക് ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങൾ, ചില കോസ്റ്റ്യൂംസ് നമുക്ക് ചിലപ്പോൾ ആ കോസ്റ്റ്യൂം ധരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആദ്യമേ തന്നെ അത് അവരോട് പറയും, ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോ പറയാൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട്. ഇതൊരു കാര്യം മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൂടെയുള്ള സ്ത്രീകൾക്ക് കൂടി വേണ്ടി സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഞാൻ കാണിക്കാറുണ്ട്. How about men making advances? How do you deal with that? കാരണം പലപ്പോഴും ഈ ഒരു കോൺവെർസേഷൻ്റെ ആവശ്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, അതപ്പം അങ്ങ് പ്രതികരിച്ചാൽ പോരെ, എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങ് പ്രതികരിച്ചാൽ പോരെ, പിന്നീടത്തേക്ക് എന്തിനാണ് അത് റിയാക്ഷൻ വെക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സർവ്വസാധാരണ, അതങ്ങ് ലൈറ്റായിട്ട് എടുത്താൽ പോരെ. ഇങ്ങനത്തെയൊക്കെ കോൺവെർസേഷൻസിനെ ആശയം എങ്ങനെയാണ് കാണുന്നത് ആസ് എ മദർ ഓഫ് 2 ആൻഡ് ഓൾസോ ആൻ ആർട്ടിസ്റ്റ് ഫോർ സോ മെനി ഇയേഴ്സ്? ചില സിറ്റുവേഷനിൽ ചില കുട്ടികൾക്കൊരു ഫിയർ ഉണ്ടാവും, അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എല്ലാവരും നിൽക്കുന്നു, ഇനി പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ, ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് കുറച്ച് താഴെ പോകുമ്പോഴാണ്. അതായത് എങ്ങനെ പറഞ്ഞാൽ റിയാക്ട് ചെയ്താൽ അത് ബാധിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അല്ലാതെ അത് ഓക്കെ, അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ഒരു പെൺകുട്ടി ഇതൊന്നും സഹിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അഡ്വൈസ്, തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അപ്പത്തിന് റിയാക്ട് ചെയ്യണം. അതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് ബിഫോർ കോവിഡ് ഒരു കുട്ടിയെ നമ്മുടെ അവിടുത്തെ ഒരു അധ്യാപകൻ, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ മോശമായിട്ട് പെരുമാറാൻ ഫുൾ സ്കൂൾ ക്യാമറയാണ്. പക്ഷെ ഏതോ ഒന്ന് മോശമായിട്ട് പെരുമാറാൻ ഒരു ശ്രമം നടത്തി. ഈ പേരൻറ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തകർന്നു പോയ അവസ്ഥയായിരുന്നു. ഐ വാസ് ഇൻ ഇന്ത്യ. ഞാൻ ഇമ്മീഡിയറ്റ്ലി തിരിച്ച് ദുബായിലേക്ക് എത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ താങ്കൾ ഇത് ചെയ്തോ എന്ന് ചോദിച്ചു, ഈ പേരൻസിനെ കാണും മുമ്പ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, കുട്ടി പറയുന്നു താങ്കൾ ഇങ്ങനെ മോശമായിട്ട് മിസ്ബിഹേവ് ചെയ്തു, താങ്കൾ ഇത് ചെയ്തോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്യാമറ നോക്കുമ്പോൾ ക്യാമറയുടെ പൊസിഷനൊക്കെ അയാൾക്ക് അറിയാം. അത് നോക്കും. അപ്പോൾ ഹീ ടോൾഡ്, അയാൾക്ക് 2 പെൺകുട്ടികളാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു. തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ആരെയും അടിച്ചിട്ടില്ല, എൻ്റെ മക്കളെ പോലും. ഐ സ്ലാപ്ഡ് ഹിം. അടിക്കാണ്ട് വേറെ വഴിയില്ല, അവനെയൊക്കെ അടിക്കല്ലോ, കൊല്ലണ്ടേ, അധ്യാപകനാണ്. പേരൻസ് പറഞ്ഞു കേസ് പോകരുത് മാഡം, പ്രശ്നം. ഞാൻ പറഞ്ഞു കേസ് കൊടുക്കും. വന്നു, എൻ്റെ സ്പോൺസർ ഇസ് എ പോലീസ് ഓഫീസർ, അയാൾ അറസ്റ്റ് ചെയ്തു. അയാളോടൊന്നും മാപ്പില്ല, അയാൾക്കൊന്നും മാപ്പ് കൊടുക്കാൻ പാടില്ല ഒരു കുട്ടീനെ. സോ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള ഉപദേശം എന്ന് വെച്ചാൽ, മറ്റൊന്നും നോക്കേണ്ടതില്ല,
നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഒരാൾ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇമ്മീഡിയറ്റ്ലി റിയാക്ട്. അറ്റ്ലീസ്റ്റ് അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരോടെങ്കിലും പറഞ്ഞ് റിയാക്ട് ചെയ്യണം. അങ്ങനത്തെ ലൊക്കേഷൻസിൽ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത സമയത്തായിരുന്നു ഒരു ആർട്ടിസ്റ്റ്, ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് ഹർ നെയിം, നമ്മളെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. ഒരു ആർട്ടിസ്റ്റിന്, മേക്കപ്പ് ആർട്ടിസ്റ്റ് മോശമായിട്ട് ആ കുട്ടിയെടുത്ത് കൈ ചൂണ്ടി സംസാരിക്കും. ഞാൻ ആ കുട്ടിയുടെ, ഞാനാണ് അന്ന് അമ്മയിലും ഉണ്ണിയേട്ടനെയൊക്കെ ഞാനാണ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ ലൊക്കേഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരെ കൂടെ നിൽക്കുന്ന ആളാണ്. വലിപ്പ ചെറുപ്പമൊന്നും നോക്കേണ്ടതില്ല. തെറ്റ് ചെയ്ത ആരാണെങ്കിലും തെറ്റാണ്. നമ്മൾക്ക് മോശമായിട്ടുള്ള ഒരു നോട്ടമോ ഒരു സ്പർശനമോ ആര് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി യു റിയാക്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും എൻ്റെ മക്കളുടെ അടുത്തും ഒക്കെ പറയാറുള്ളത്. യെസ് നോ കഴിഞ്ഞപ്പോൾ യെസ്, എപ്പോഴും യെസ് പറയണ കാര്യം എങ്ങനെയല്ലേ? കുറേ യെസ് ഉണ്ടല്ലോ, കുറേ യെസ് ഉണ്ട്. ആക്ച്വലി എനിക്ക് ഭയങ്കര ചില്ലായിട്ട് പിള്ളേരുടെ കൂടെ ഇരിക്കാനും വീട്ടിലിരിക്കാനും കൂട്ടുകാരുടെ കൂടെ ഇരിക്കാനും ഒക്കെ കുറച്ച് കൂട്ടുകാരുള്ളൂ കേട്ടോ. തന്നെ വളരെ കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആ ഒരു ഫൺ മൊമെൻറ്റ് ഭയങ്കര, ഞാനായിരിക്കുന്ന മൊമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോ ഫോർമാലിറ്റി, നമുക്കൊരു നമസ്കാരം എന്നുള്ള ആശയിൽ നിന്ന് ഒരു ആശയുണ്ട് വീട്ടിലത്തെ. അതകത്തിരിപ്പുണ്ട് തീർച്ചയായിട്ടും, അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, പിന്നെ അകത്ത് കയറി ഒരു ആശയുണ്ട്. നമ്മൾ സാധാരണ വീട്ടിലത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഓട്ടമുള്ള നൈറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ, കീറിയ നൈറ്റിയൊക്കെ ഇട്ട് ചമ്പരം പടിഞ്ഞിരുന്ന് മുടിയൊക്കെ വെച്ച് കുടുമി കെട്ടി എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ആ ഫൺ മൂമെൻറ്റ്, എൻജോയിങ് മൂമെൻറ്റ്, ദാറ്റ് ഈസ് ഓൾവേസ് യെസ്. എപ്പോഴാണ് ഏറ്റവും വലിയ കുറുമ്പ് എന്താണ് ചെയ്തിരിക്കുന്നത്? ബിക്കോസ് ഇത്രയും പ്രിം ആൻഡ് പ്രോപ്പർ ആയിട്ട് വളർത്തിയ ഒരു വ്യക്തി, അങ്ങനെയൊന്നുമില്ല, അതിൽ കുരുത്തക്കേടുകളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും പ്രേമലേഖനം അയച്ചിട്ടുണ്ടോ? ഇല്ല, അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. പലർക്ക് അയക്കണം തോന്നിയിട്ടുണ്ട്, അച്ഛനും ചേട്ടന്മാരും പേടിച്ച് അയച്ചിട്ടില്ല. ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ക്രഷ് തോന്നിയവരൊക്കെ ഉണ്ട്. പ്രേമിക്കാനുള്ള ധൈര്യം ഒന്നുമില്ലെങ്കിലും ക്രഷ് തോന്നിയവരൊക്കെ ഉണ്ട്. ബാൾട്ടന്റെ ഫ്രണ്ട്സിനോടൊക്കെ 1-2 പേരോടൊക്കെ ക്രഷൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താണ് കുറുമ്പ് ചെയ്തിരിക്കുന്നത്? കുറുമ്പ് എന്ന് വെച്ചാൽ പറയാൻ പാകത്തിനുള്ള കുരുത്തക്കേട് ചേട്ടന്മാരോട് അടുത്തുള്ള കുരുത്തക്കേടൊക്കെ തന്നെയാണ്. ബാൾട്ടന്റെയും വെഞ്ചേട്ടൻ്റെയും നമ്മളിങ്ങനെ എപ്പോഴും പറയുമ്പം നമ്മൾ പണ്ട് വലിയ ചാണക കുഴി ഉണ്ടായിരുന്നു. ചാണകം ഇടുന്ന കുഴിയില്ലേ, ചാണക കുഴി. അപ്പൊ കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. കണ്ണിട്ട് ചേട്ടനോട് ഞങ്ങൾ എപ്പോഴും 2 പേർക്കും ദേഷ്യം ഉണ്ടായിരുന്നു വെഞ്ചേട്ടൻ്റെ അടുത്ത്. ഞങ്ങൾ 2 പേരും കൂടെ വെഞ്ചേട്ടനെ ചാണകക്കുഴിയിൽ ഉന്തിയിട്ടിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ വലിയ കുറുമ്പുകൾ ഒക്കെയാണ്. ബാൾട്ടൻ്റെ കൂടെയുള്ള കുറുമ്പുകളാണ്, ഒറ്റയ്ക്കുള്ള വലിയ കുറുമ്പുകളൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് കുറുമ്പുകൾ. God, you have so many lovely memories, അല്ലേ? More than you know. More than you know. There's lots more to Asha more than you know. അതെനിക്ക് മനസ്സിലായി. It's like an ocean in there. And all you get to see is a drop. So what to tell about me? Yeah, that we don't know yet. ഞാൻ എന്നെ പുറത്ത് കാണുമ്പോഴേ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എല്ലാവർക്കും തോന്നുക. ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു prim and proper, ഭയങ്കര റിസ്ട്രെയിൻഡ് ആണ്. ഞാൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും അങ്ങനത്തെ ആളൊന്നുമല്ല. ഞാൻ ജോലിയിൽ ഐ എം സ്ട്രിക്റ്റ്. ഓഫീസിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ആ സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ശരിക്കും ഒരുപാട് സംസാരിക്കാനും ഒരുപാട് കൊഞ്ചാനും അല്ലെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എൻ്റെ ഞാൻ ആ ഒരു കവർ ഇങ്ങനെ വയ്ക്കുന്ന വെച്ചാൽ ഞാനൊരു സീരിയസ് ഫേസ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വയ്ക്കുന്നത് ആ ഒരു സങ്കടം വന്നാൽ എനിക്ക് കരയാനും പിണക്കം വരാനും ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്നും. ഇപ്പം ഞാനിപ്പോൾ മെസ്സേജ് ഞാൻ ഭയങ്കര മോശമാണ് വാട്സാപ്പിൽ. ചിലപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചാൽ 2 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ കാണാം. പക്ഷെ ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ അവരെനിക്ക് തിരിച്ചയച്ചാലും എനിക്ക് സങ്കടം വരും. അങ്ങനത്തേക്കുള്ള ചെറിയ കാര്യങ്ങളും ഒരുപാട് കുട്ടിത്തമുള്ള എന്നോട് പിണങ്ങിയിട്ട് ഞാൻ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നോട് എന്താ പിണങ്ങെന്ന് ചോദിക്കണം. എൻ്റെ അടുത്തുള്ളവരെ വളരെ കുറച്ച് പേരുടെ പിണങ്ങാറുള്ളൂ. വാട്ട് ഹാപ്പൻ എന്നൊക്കെ ചോദിച്ചാൽ അച്ചോടാന്നൊക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു സാധാരണ സ്ത്രീയാണ്. വെരി വെരി നോർമൽ. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടല്ല, സീരിയസ് എന്നാ വിചാരിക്കേണ്ടവ. ഞാൻ അങ്ങനെയല്ല. ഈ പെട്ടെന്ന് എനിക്ക് നവ്യയുടെ കാര്യം ഓർമ്മ വരുന്നത്. നവ്യ പറഞ്ഞായിരുന്നു പ്രണയം ഉണ്ടാവുമ്പോൾ എല്ലാവരും 18കാരിയാണെന്ന്. എനിക്ക് പെട്ടെന്ന് ആ ലൈൻ എന്തോ മനസ്സിൽ ഓടി വന്നു. എനിക്ക് പെട്ടെന്നൊരു 18 വയസ്സുള്ള ഒരു ആശയനെ കണ്ടു ഞാൻ. ഫുള്ളി ആ ഒരു ഇപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഇപ്പം ഞാൻ ഈ ഗുഡ് മോർണിംഗിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഗുഡ് മോർണിംഗ് അയക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ അയക്കാതിരുന്ന ചിലപ്പോൾ ഇപ്പം ഞാൻ തമാശയ്ക്ക് ശരത്തേട്ടനെ കളിക്കും, എന്തിനാണ് നീ ഗുഡ് മോർണിംഗ് അയക്കണേ എന്നൊക്കെ പറയും. ചിലപ്പോൾ അതില്ലാത്തൊരു സമയം ചിലപ്പോൾ എനിക്ക്
ചിന്തിക്കാൻ പറ്റുക. ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിഷമാവുമായിരിക്കും. അങ്ങനെ അത് ആ ഒരു കാര്യം. ഇഫ് ഐ ആസ്ക് ഐ ആം ഡാഷ്, ഡാഷ് എങ്ങനെയാ പൂരിപ്പിക്കുക? ഐ എം എ നോർമൽ പേഴ്സൺ, വെരി നോർമൽ പേഴ്സൺ, വെരി നോർമൽ ഹ്യൂമൻ ബീയിങ്, വെരി അറ്റാച്ച്ഡ് ഹ്യൂമൻ ബീയിങ്. എനിക്ക് നേരെ തിരിച്ചാണ്. ഐ തിങ്ക് യു ആർ വെരി യുണീക്ക്. ഐ തിങ്ക് യു വെരി ബ്രേവ്, ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആശ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുന്നുള്ളൂ. ചിലപ്പോൾ അങ്ങ് പൊട്ടിപ്പോയാൽ പിന്നെ തന്നെ കാണൂല, അങ്ങനത്തെ കരച്ചിലൊക്കെ കരഞ്ഞു കളയും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനത് കഴിയുന്നത് ഞാനിങ്ങനെ സ്വയം കരയാനും ഞാൻ കരയുന്നത് ആൾക്കാരെ കാണാതിരിക്കാനും ഒക്കെ ശ്രമിക്കും. അങ്ങനെ. Wish you all happiness in life ahead. Thank you so much. Thank you so much for sharing your world with us. I don't know, ആശ, കാരണം ഞാനും ഒറ്റക്കുട്ടിയാണ്. And I know what it feels to be alone as a child. ഞാൻ ഒറ്റ കുട്ടി അല്ല തന്നെ. ഞാൻ ഇപ്പോഴും വിചാരിക്കണം എന്താ പറയുക, ഇപ്പുറത്തും രണ്ടുപേരുണ്ടെന്നാണ്. ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ ആ ഒരു സ്ട്രെങ്ത്താണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ആ ഒരു സ്ട്രെങ്ത് ഇല്ലേ, അതില്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഉരുകിപ്പോവും. സോ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ. പക്ഷെ ചില സമയത്ത് നോക്കുമ്പോൾ ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെ. ഇപ്പോഴും നമ്മുടെ ഈ കോൺവെർസേഷനും ബാൽട്ടനും വേണിച്ചേട്ടനും നിറഞ്ഞു നിൽക്കുകയാണ്. Throughout the conversation, I think they have not gone anywhere because they're always there with you in your thoughts, actions, തീരുമാനങ്ങളിലും decisionslum. They're always with you. I wish you the very best, Asha, and thank you so much for coming to our show. ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടേ. Okay, so this is Neora. It's a brand. Handcrafted vegan leather വെച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്. പ്രീമിയം, ബ്യൂട്ടിഫുൾ. ആൻഡ് ഇത് ഓർഗനൈസർ ഉണ്ട്, which you need. Pen pack, keychain and a card holder. Very nice. This is for you. Neorana gift specifically for you. Thank you so much, my dear. Thanks a lot. Wonderful color, wonderful I gift. love Thank you the so color much. too. ഞാൻ ഇതിനകത്തുനിന്ന് പറഞ്ഞ കമോഡ്. അടിപൊളി. ആൻഡ് താങ്ക് യു സോ മച്ച് ധനിയ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈ ഒരു കസേരയിൽ വന്നിരുന്ന് ധനിയോട് കുറേ സംസാരിക്കണം എന്നുള്ളത്. എപ്പോഴും തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഓടി വന്ന് പറഞ്ഞ എന്തായിരുന്നു, ഐ ആം യുവർ ഫാൻ എന്നാണ് വന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഈസി അല്ല. നമ്മൾ ഒരാളോട് പറഞ്ഞ് ഒരാളുടെ മനസ്സിലുള്ളത് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇത്ര തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ മനസ്സ് തുറന്നിട്ടാണ് ധനിയോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. Thank you, Asha. Thank you so much. And ഈ ഒരു അവസരത്തിനായിട്ട് ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കാൻ. I am so happy. Thank you so much, my dear. And I think somewhere it's going to go beyond the show as well. Thank you so much. Of course. Thank you. Thank you. Love you.